നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിനായി വാതിലുകൾ തുറക്കുന്നു. നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുത്തൻ പ്രതീക്ഷകളോടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തും. പ്രവേശനോത്സവങ്ങൾക്കായി ഒരുക്കങ്ങൾ പൂർണ്ണം. കേരളം പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം പകുതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കേരള ജനതയുടെ കൂട്ടായ്മ കൊണ്ടാണെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനമന്ത്രി നിർവഹിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മുൻ സെക്രട്ടറി പെങ്ങാമുക്ക് മൂലേപ്പാട് സ്വദേശി വാക്കാട്ട് വീട്ടിൽ 67 വയസ്സുള്ള സജിത്ത്. പത്തൊമ്പതാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി 10 ദിവസം കൂടി. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. 80% മാർക്ക് നേടിയ CCTV വരിക്കാരായ BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിനായി വാതിലുകൾ തുറക്കുന്നു. നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുത്തൻ പ്രതീക്ഷകളോടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തും. ഈ വർഷത്തെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച രാവിലെ 9:30 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പുതിയ സമയക്രമവുമായുള്ള സ്കൂൾ അക്കാദമിക കലണ്ടറടക്കം മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. നിശ്ചിത പ്രവൃത്തി ദിനം ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളോടെയാണ് പുതിയ അക്കാദമിക കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. UP വിഭാഗത്തിൽ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ഹൈസ്കൂൾ ക്ലാസുകൾക്ക് തുടർച്ചയായ 5ാമത്തെ പ്രവൃത്തി ദിവസമല്ലാത്ത 6 ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാകും. ദിവസേനയുള്ള ക്ലാസ് സമയം അരമണിക്കൂർ കൂടി കൂട്ടാനും തീരുമാനിച്ചു. ഇത് വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകില്ല. സ്കൂൾ അധ്യയന വർഷാരംഭത്തിലെ ആദ്യ 2 ആഴ്ച ഹൈസ്കൂൾ തലത്തിൽ 1 മണിക്കൂറും ഹയർ സെക്കൻഡറിയിൽ 2 മണിക്കൂറും സന്മാർഗ പഠനത്തിനായി വിനിയോഗിക്കും. ജൂൺ 3 മുതൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം, ട്രാഫിക് നിയമങ്ങൾ, വ്യക്തിശുചിത്വം, ഹരിത ക്യാമ്പസ്, സൗന്ദര്യവൽക്കരണം, ആരോഗ്യം, വ്യായാമം, ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ. ഈ വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പ്രത്യേക പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധനകാര്യം, സാമ്പത്തിക സാക്ഷരത എന്നാണ് പുസ്തകത്തിന്റെ പേര്. 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച പാഠഭാഗങ്ങൾ വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 9, 10 ക്ലാസുകൾക്ക് പ്രത്യേക പുസ്തകവും തയ്യാറാക്കി നൽകി. അതേസമയം സ്കൂളുകളിൽ പരാതിപ്പെട്ടി സംവിധാനവുമായി കേരള പോലീസും കുട്ടികൾക്കൊപ്പമുണ്ട്. സ്കൂളുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിക്കും. ഓരോ സ്കൂളിലും പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് പരാതിപ്പെട്ടിയുടെ ചുമതല നൽകും. മാസത്തിലൊരിക്കൽ SHOയോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സ്കൂൾ മേധാവിയുടെ സാന്നിധ്യത്തിൽ പരാതികൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ സെക്രട്ടറി പെങ്ങാമുക്ക് മൂലേപ്പാട് സ്വദേശി വാക്കാട്ട് വീട്ടിൽ 67 വയസ്സുള്ള സജിത്തിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പണയ സ്വർണം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. 2 വർഷം മുമ്പാണ് ചിറക്കൽ സെന്ററിലെ മൾട്ടിപർപ്പസ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നത്. ബാങ്കിൽ പണയം വെച്ച ആധാരങ്ങളിൽ കൂടുതൽ പണം ലോണെടുത്തും കേരള ബാങ്കിൽ നിന്നും എടുത്ത പണം സൊസൈറ്റിയിൽ അടയ്ക്കാതെയുമാണ് തട്ടിപ്പ് നടത്തിയത്. ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി സജിത്തിനെ പുറത്താക്കിയിരുന്നു. കേരളം പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം പകുതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കേരള ജനതയുടെ കൂട്ടായ്മ കൊണ്ടാണെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ റോഡ് പണി നടക്കുന്നത് വലിയ സ്പീഡിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ
ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് ചെറുതാക്കാത്ത തരത്തിൽ പണം കൊടുക്കേണ്ടി വന്നു. NH ബാക്കി എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരിന്റെ വെള്ളം പൊങ്ങി മഴ വീണ് പൊട്ടുകയൊക്കെ ചെയ്തല്ലോ. പലരും കേരള ഗവൺമെന്റ് മറുപടി പറയണമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കെല്ലാം ഒരുമിച്ച് പറഞ്ഞു പറയാം. അതിനകത്ത് ഒരു മണ്ണ് മാറ്റുന്ന പണി പോലും സംസ്ഥാന സർക്കാരല്ല ചെയ്യുന്നത്, കേന്ദ്ര ഏജൻസിയാണ് NHAI. കേരളത്തിൽ സ്ഥലത്തിന് വലിയ വില കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പണം തന്നില്ല, ഞങ്ങൾ വീതി എടുക്കില്ല, പണി എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 6000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അതിന് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് വേഗം പണി നടക്കുന്നു. അല്പസമയം കഴിഞ്ഞാൽ 1 വർഷത്തിനകം തന്നെ മിക്കവാറും ഈ റോഡുകൾ പൂർത്തീകരിക്കുന്നതാണ് കരുതുന്നത്. ഈ സർക്കാർ വന്നതിനു ശേഷം പുതിയ 28 ട്രഷറി കെട്ടിടങ്ങളും സംസ്ഥാന ട്രഷറി ഡയറക്ടറേറ്റ് ഉൾപ്പെടെ വലിയ ഓഫീസുകളും നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 22 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നതെന്നും അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. 1,90,00,000 രൂപ ചെലവിൽ 2700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിഷിംഗോടുകൂടിയ മെഡിക്കൽ കോളേജ് സബ് ട്രഷറിയുടെ പുതിയ കെട്ടിട നിർമ്മാണം 9 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പരാമർശിച്ചു. പുതിയ കെട്ടിടത്തിൽ ലഭ്യമാകുന്ന വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. K. രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N. അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറി മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ I. ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V. സാജൻ സ്വാഗതവും തൃശൂർ ജില്ലാ ട്രഷറി ഓഫീസർ KA ആശ അരവിന്ദ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, മെഡിക്കൽ കോളേജ് വിവിധ വകുപ്പ് മേധാവികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടൂൾ കുന്നിൽ മണ്ണെടുത്ത കുഴികളിലെ വെള്ളക്കെട്ട് കുന്നിൻ മുകളിലും താഴ്വാരത്തും താമസിക്കുന്നവർക്ക് അപകട ഭീഷണിയാകുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൾ കുന്നത്തും താഴെയുമായി 25ഓളം പട്ടികജാതി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ഇരു കുന്നുകളിലുമായി മണ്ണെടുക്കുമ്പോൾ കുന്നിടിച്ചിൽ ഒഴിവാക്കാനായി പാളികൾ ഒരുക്കി നടത്തിയ കുഴികളിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ പരിസരവാസികൾക്ക് ഭീഷണിയായിരിക്കുന്നത്. കുന്നിന് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കുഴികൾക്കരികിലുള്ള പാളികൾ പൊളിച്ചുമാറ്റിയാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സഹായിക്കും എന്ന സ്ഥലം ഉടമയുടെ നിർദ്ദേശം മണ്ണെടുപ്പിനെതിരെയുള്ള സമരസമിതി എതിർത്തു. ഇത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നാണ് ഇവർ പറയുന്നത്. മഴ കനക്കുന്തോറും അപകടകരമായ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ആഹ്ലാദങ്ങളെയും ആനന്ദങ്ങളെയും മാത്രമല്ല സങ്കടങ്ങളെയും യാതനകളെയും കൂടി അടയാളപ്പെടുത്തലാണ് സമകാലിക കവിതയിലൂടെ വെളിപ്പെടുന്നതെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരനും CCTVയുടെ മുൻ ന്യൂസ് എഡിറ്ററുമായ സുബീഷ് തെക്കൂട്ടിന്റെ വെള്ളാർമല GVHSS എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതി ദുരന്തങ്ങളെയും ജീവിത ദുരന്തങ്ങളെയും സാഹിത്യത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ആത്മാവ് ചോർന്നുപോകാതെ വായനക്കാർക്ക് സർഗാത്മകമായി പകർന്നു നൽകാൻ സാധിക്കുന്നതാണ് നമ്മുടെ സാഹിത്യത്തിന്റെ മേന്മ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതര സാഹിത്യ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷയിൽ സൂക്ഷ്മത ആവശ്യപ്പെടുന്ന ഒന്നാണ് കവിതയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച E. സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കവിയുടെ ഏകാന്തത സമൂഹത്തിന്റെ അനേകാന്തതയാക്കി മാറ്റുന്ന രാസവിധിയാണ് കവിതയെന്ന് പുസ്തകം പരിചയപ്പെടുത്തി കവി MS ബനീഷ് അഭിപ്രായപ്പെട്ടു. ബിലു C. നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് MR മൗനീഷ്, വിജേഷ് എടക്കുനി, US ശ്രീശോഭ് എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവും മാധ്യമപ്രവർത്തകൻ കൂടിയായ സുബീഷ് തെക്കൂട്ട് മറുപടി പ്രസംഗം നടത്തി. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി 10 ദിവസം കൂടി. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ CCTV വരിക്കാരായ BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. 2025 ജൂൺ 10-നാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. പുരസ്കാര ജേതാക്കളെ ജൂൺ 21-ന് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി അനുമോദിക്കും. അപേക്ഷാ ഫോമിനായി കേബിൾ TV ഓപ്പറേറ്ററെ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0488 211 511 89 43 35 14 00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വടക്കേക്കാട് നായരങ്ങാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പഞ്ചായത്തിന് സമീപം ജോസ് മാസ്റ്ററിന്റെ ഉടമസ്ഥതയിലുള്ള വയലത്തൂർ സിജോർ സ്റ്റോഴ്സിന്റെ പുറകുവശത്തുള്ള പറമ്പിൽ നിന്നാണ് 40 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്.
പോലീസിനു ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. വട്ടമാവ് സ്വദേശി 18 വയസ്സുള്ള അഴകത്ത് പറമ്പിൽ പ്രണവിനാണ് പരിക്കേറ്റത്. പെരുമ്പിലാവിൽ നിന്ന് ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രണവ് സഞ്ചരിച്ച സ്കൂട്ടർ കടവല്ലൂർ അമ്പലം സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടർ സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കാൻ നിർത്തിയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് തെറിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. BJP പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെനു വെള്ളറക്കാട് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VM സുരേന്ദ്രൻ, വിഷ്ണു അമ്പാടി, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ, സനൂപ് കുടക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു ആദൂർ, അഭിലാഷ് കടങ്ങോട്, ബിജു PK, ദിലീപ് എയ്യാൽ, വിനു ഇടുക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുവേണ്ടി BLA-മാർക്കും വാർഡ് പ്രസിഡന്റുമാർക്കും പരിശീലനം നൽകുന്നതിനുവേണ്ടിയാണ് വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ ശില്പശാല നടത്തിയത്. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ അധ്യക്ഷനായി. DCC സെക്രട്ടറി ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബ്ലോക്ക് ഭാരവാഹികളായ PC ഗോപാലകൃഷ്ണൻ, സജീവ് ചാത്തനാത്ത്, MH നൌഷാദ് എന്നിവർ സംസാരിച്ചു. PP യേശുദാസ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. നിറവ് സാംസ്കാരിക കൂട്ടായ്മയും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും സംയുക്തമായി നേത്ര ചികിത്സാ ക്യാമ്പും ആദര ചടങ്ങും സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ താലൂക്കിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടിയ മാളവിക S കുറുപ്പിനെ ചടങ്ങിൽ പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി TS ഷെനിൽ അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് AI ഹനീഫ, കമ്മിറ്റി അംഗങ്ങളായ N നാരായണൻ, ബാബുരാജ് ഒലക്കേങ്കിൽ, നിറവ് സാംസ്കാരിക കൂട്ടായ്മ സെക്രട്ടറി KI സുമേഷ്, പ്രസിഡന്റ് വിവേക് രവീന്ദ്രൻ, ജിഷ്ണു KU, ഫിനോജ് കുളങ്ങര, KS അജ്മൽ എന്നിവർ സംസാരിച്ചു. അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ബിനി വാസുദേവൻ, ദേവിക മാധവൻ എന്നിവർ നേത്ര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. കിഴക്കാളൂർ ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ വർഷത്തെ വിശ്വാസ പരിശീലനം പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. ജൂൺ 8-ന് മറിയം ത്രേസ്യയുടെയും തിരുഹൃദയത്തിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ 9:30-ന് ആഘോഷമായ കുർബാനയോടെ ആരംഭിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വെഞ്ചിരിപ്പ്, ഊട്ടുനേർച്ച, പാഴ്സൽ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. അരങ്ങ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടി ശ്രീദേവി ടീച്ചർ. മോഹിനിയാട്ടം, ഭരതനാട്യം, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയാണ് ടീച്ചർ നേട്ടങ്ങൾക്ക് അർഹയായത്. സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിൽ നിരവധി തവണ 1ാം സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. നിലവിൽ 25 വർഷമായി പാവറട്ടിക്ക് സമീപം കാക്കശ്ശേരിയിൽ വിദ്യാവിഹാർ സ്കൂൾ അധ്യാപികയാണ്. ഗുരുവായൂരിനടുത്ത് ചെമ്മണ്ണൂരിലും വെങ്കിടങ്ങിലും 2 പരിശീലന കളരികളിലും ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനവും ടീച്ചർ നൽകി വരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സുജീഷിനും മക്കൾക്കും ഒപ്പമാണ് ഇവർ മത്സരവേദിയിലെത്തിയത്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അത് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ല എന്ന് ടീച്ചർ പറഞ്ഞു. അന്തരിച്ച നടൻ തിലകന്റെ പേരിലുള്ള പ്രതിഭാ പുരസ്കാരത്തിനും മുൻപ് ടീച്ചർ അർഹയായിട്ടുണ്ട്. ആ 30 വർഷ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. പണ്ട് നമ്മൾ അമ്മയുടെ കൈ പിടിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മകളോടൊപ്പമാണ് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത്. അവിടെ കാണാൻ കഴിഞ്ഞത് വ്യത്യസ്തമാർന്നിട്ടുള്ള കലാരൂപങ്ങളും അന്നത്തെ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള കുട്ടികളെ പോലെയുള്ള അമ്മമാരുടെ മത്സരങ്ങൾ, അതായത് പ്രായഭേദമന്യുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
പിന്നെ പല ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ മഴ ഉള്ള സാഹചര്യങ്ങളിൽ പോലും അവർ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞിയിൽ നടന്നു വന്നിരുന്ന ത്രിദിന VBS സമാപിച്ചു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പഴഞ്ഞി ജെറുസലേം ഫെയ്ത്ത് ഹോമിലായിരുന്നു VBS സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ ട്രസ്റ്റ് പ്രസിഡന്റ് CC ബാബു ആണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ദിവസം മുതൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആകർഷകമായ സമ്മാനം നൽകുമെന്നും അടുത്ത വർഷം വിപുലമായ രീതിയിൽ VBS സംഘടിപ്പിക്കുമെന്നും ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് CC ബാബു അറിയിച്ചിരുന്നു. എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗ് സമ്മാനമായി നൽകി. VBSന് നേതൃത്വം നൽകിയ അധ്യാപകർ, വളണ്ടിയർമാർ, വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയിരുന്ന ഡ്രൈവർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പാസ്റ്റർ KP ബേബി ഉപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ബാഗിന്റെ വിതരണ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് K ജയശങ്കർ നിർവഹിച്ചു. സമാപന ദിനത്തിൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷൈബി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. ഇമ്മാനുവൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പോൾ ബാബു പ്രാരംഭ പ്രാർത്ഥന നടത്തി. ആകർഷകമായ കലാപരിപാടികളുമുണ്ടായി. ട്രാൻസ്ഫോമേഴ്സ് ടീമിലെ അംഗങ്ങളായ ബ്ലെസൻ, സെരിൻ എന്നിവരാണ് VBSന്റെ പ്രവർത്തനങ്ങൾ നയിച്ചത്. പുതുപുത്തൻ പാട്ടുകൾ, രസകരമായ ഗെയിമുകൾ, ആക്ഷൻ സോങ്ങുകൾ, പപ്പറ്റ് ഷോ, ക്രാഫ്റ്റ് വർക്കുകൾ എന്നിവ ആകർഷകമായി. കുട്ടികളെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ക്ലാസുകൾ, വിവിധ മത്സരങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി. വളണ്ടിയേഴ്സും അധ്യാപകരും വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾക്കായി വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് CV ബേബി അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ G സാക്കരപ്പറ്റിയേക്കൽ, CJ സോജൻ, ലിറ്റി വർഗീസ്, NJ മോൺസി, സൗമ്യ രാജു, ലിജി ജോജു, അനക സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് തെക്കഞ്ചേരി വഞ്ചിക്കടവ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത് തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ കനോലി കനാൽ അടച്ചതിനാൽ. ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഗുരുവായൂർ MLA NK അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. കനോലി കനാലിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടതാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്ഥലം സന്ദർശിക്കുകയും കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഒഴുക്ക് തടസ്സപ്പെട്ട ഭാഗം പൂർണ്ണമായും തുറന്നു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ വേനൽ അവധിക്കാലത്ത് നടത്തിയ 2 മാസം നീണ്ടുനിന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. കൊമേറ്റ്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ CP ജാബിർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിജി ജോർജിന്റെ അധ്യക്ഷതയിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ബദിനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിതരണം ചെയ്തു. അഷ്റഫ് പേങ്ങാട്ടയിൽ, അഡ്വക്കേറ്റ് പ്രിനു P വർക്കി, കൺവീനർ PI ബീമൻ, സെക്രട്ടറി TC സജു, ജോബ്സൺ P ചെറിയാൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ചാത്തൻകുളം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജസ്റ്റിൻ പുത്തൂർ അധ്യക്ഷനായി. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള കലാകാരന്മാർ, മുൻ കോൺഗ്രസ് ജനപ്രതിനിധികൾ എന്നിവരെ ആദരിക്കലും SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ TS മായാദാസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന മുഖ്യാതിഥികളായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, നേതാക്കളായ അരുൺ കരിപ്പാൽ, K ജയശങ്കർ, PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, അജു നെലുവായ്, മാഗി അലോഷ്യസ്, NK കബീർ, CV ജെയ്സൺ, തോമസ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. കോഴ്സിലൂടെ 10ാം ക്ലാസ് പാസ്സായി അറിയില്ല. CBSE സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ CBSEയുടെ സിലബസ് ഒക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കകത്ത് മാറ്റി തീർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു 1400 വർഷം ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് ഒരു പരാമർശം പോലും CBSEയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇല്ലായിരുന്നു. ഉണ്ടോ? താജ്മഹൽ ഉണ്ടായ കാലഘട്ടത്തെ കുറിച്ച്, കുതുബ് മിനാർ ഉണ്ടായ കാലഘട്ടത്തെ കുറിച്ച്, സർവമത സ്വാതന്ത്ര്യത്തിന് വേണ്ടി
അക്ബർ മുന്നോട്ട് വെച്ച ദീനിലാഹിയെ കുറിച്ച് ഒന്നും പരാമർശമില്ലാത്ത ചരിത്രമാണ് നിങ്ങൾ പലരും പഠിക്കുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രതീകങ്ങളും, സിംബൽസിനെയും പേരുകളെയും നമസ്കരിക്കാനുള്ള നീക്കമാണ്. പേറ്റുവാടുകൾ നമ്മൾ കണ്ടു. 1978 മുതൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസ്ഥാനമാണ് നെഹ്റു യുവ കേന്ദ്ര. അല്ലേ, കേട്ടിട്ടുണ്ടോ? KSU കുന്നംകുളം നിയോജക മണ്ഡലം നേതൃസമ്മേളനവും നിയോജക മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ KS അക്ഷയയുടെ സ്ഥാനാരോഹണവും നടത്തി. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ DCC മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കിസാഫ് കരിക്കാട് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനങ്ങാട്, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, KSU ജില്ലാ സെക്രട്ടറി റാഫി വടക്കാഞ്ചേരി, TS മായാദാസ്, PI തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുനമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിജ്ഞാൻ പുരസ്കാർ യുദ്ധസേവാ മെഡൽ ജേതാവ് റിട്ടയർഡ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യന് സമ്മാനിച്ചു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു ബ്രിഗേഡിയറെ ഉപഹാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മണലൂർ ഗോപിനാഥ് എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. ഗുരുവായൂർ പൈതൃകം ഭവനിൽ നടന്ന ചടങ്ങിൽ KK വേലായുധൻ, K സുഗതൻ, മധു K നായർ, MK ദിവാകരൻ, A ശശീന്ദ്രൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, സത്സംഗ് ഭാരവാഹികളായ ജോമി ജോൺസൺ, PJ ബിജോയ് എന്നിവർ സംസാരിച്ചു. പട്ടാളക്കാരുടെ കുടുംബങ്ങളിലെ യുദ്ധകാല സമയങ്ങളിലെ അവസ്ഥകളെക്കുറിച്ച് ഇന്ദിരാ സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. പ്രവാചകനും നബിചര്യയും മാതാപിതാക്കളുമാകട്ടെ നമ്മുടെ ലഹരി എന്ന് സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം അഭിപ്രായപ്പെട്ടു. ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താം എന്ന വിഷയത്തിൽ അണ്ടത്തോട് മഹല്ല് SKSSO സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവരെ ഒഴിവാക്കി നമുക്ക് എന്ത് ജീവിതമാണെന്നും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയാൽ അതുതന്നെയാണ് നമ്മുടെ ലഹരി. അതിനുവേണ്ടി ഓരോ വിദ്യാർത്ഥി മിത്രങ്ങളും മുന്നോട്ടു വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് റാഫി അൻവരിയുടെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് VK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. CB റഷീദ് മൗലവി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് B മുഹമ്മദ് അഷ്റഫി, ഹുസൈൻ അഷ്റഫി, അബ്ദുൽ സമദ് ഫൈസി, നഫീദ് മുസ്ലിയാർ, KM മനാഫ്, റാഫി അസ്ലമി, CU ഷക്കീർ, സിദാൻ കൊപ്പര തുടങ്ങിയവർ സംസാരിച്ചു. അസ്ലം മൗലവി സ്വാഗതവും CA മുഹമ്മദ് റയീസ് നന്ദിയും പറഞ്ഞു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് 21ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പാലുവായ് ചക്രമാക്കിൽ ഹാളിൽ നടന്ന കുടുംബ സംഗമം പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർ PS രാജൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാരായ KP ഉദയൻ, KM മെഹറൂഫ്, BV ജോയ്, പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി K സത്യനാഥൻ, MV ബിജു, വാസുദേവൻ, ബിജി ജോൺസൺ, സിജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ എക്സൈസ് ഓഫീസർ ധനുസ് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. SSLC +2 വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയും നടന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. KSRTC ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് സ്നേഹ റീൽസ് ഒരുക്കി സഹപ്രവർത്തകർ. ഇൻസ്പെക്ടർമാരായ സുനിൽ ജോസഫ്, PV ജോസഫ്, A വാസു, ചാർജ്മാൻ P ദേവദാസ്, കണ്ടക്ടർമാരായ VR ലാലാജി, KP സുനിൽകുമാർ, VK കൃഷ്ണകുമാർ എന്നിവരാണ് മെയ് 31-ന് സർവീസിൽ നിന്നും വിരമിച്ചത്. വിരമിക്കലിന്റെ ഭാഗമായി റീൽസ് ചിത്രീകരിക്കുന്നത് അപൂർവതയല്ലെങ്കിലും ഗുരുവായൂർ ഡിപ്പോയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ യാത്രയയപ്പ് നൽകുന്നത്. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയല്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു.
കൂനമുച്ചിയിലെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU അംഗമായ PK ജെയിംസിന് യാത്രയയപ്പ് നൽകി. CITU, INTUC യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം CITU കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി C. അംബികേശൻ ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CITU കൂനമുച്ചി യൂണിറ്റ് സെക്രട്ടറി CK അശോകൻ അധ്യക്ഷനായി. CPIM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, INTUC നേതാക്കളായ NA നൌഷാദ്, ഡേവിസ് ചാക്കോ, അധ്യാപകനായ PJ സ്റ്റൈജു, TT സിൻഡോ എന്നിവർ സംസാരിച്ചു. 40 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ജെയിംസ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. തന്റെ തൊഴിലോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് PK ജെയിംസ്. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളുമുണ്ടായി. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC +2, USS, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അനുമോദിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂം ഹെഡ് അരുൺദാസ് അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ പ്രിൻസിപ്പൽ MD ഷിബ ഉദ്ഘാടനം ചെയ്തു. SSLCയിൽ 100% വിജയം കൈവരിച്ച സ്കൂളിന് പ്രത്യേക പുരസ്കാരവും പ്രിൻസിപ്പലിനെയും പ്രധാനാധ്യാപികയെയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, M. സന്ധ്യ, NV വിനി എന്നിവർ സംസാരിച്ചു. മാർക്കറ്റിംഗ് മാനേജർ സുരേഷ് കുമാർ, അനീഷ ബിബീഷ് എന്നിവർ പങ്കെടുത്തു. വേലൂർ കുറുമാൽ BJPയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും നടത്തി. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറിയും വാർഡ് കൺവീനറുമായ യദുകൃഷ്ണൻ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുൻ പ്രസിഡന്റ് സുഭാഷ് ആദൂർ, എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, ബൂത്ത് പ്രസിഡന്റ് വിപിൻ എന്നിവർ നേതൃത്വം നൽകി. ബൂത്ത് ജനറൽ സെക്രട്ടറി പ്രമീഷ് സ്വാഗതവും പ്രിയങ്ക രാജേഷ് നന്ദിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് പൊറവൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും 10-12 ക്ലാസുകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും പൊറവൂർ കോംപ്ലക്സ് ഹാളിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. പൊറവൂർ യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 10-12 ക്ലാസുകളിൽ വിജയം കൈവരിച്ച 12ഓളം വിദ്യാർത്ഥികളെ KS നിസാർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി അനുമോദിച്ചു. K. അനീസ് അനുമോദന പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ആസിയ അനീസ് സ്വാഗതവും ജില്ലാ സമിതി അംഗം MH റഫീഖ് സമാപനവും നിർവഹിച്ചു. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന പ്രതിഭാ സംഗമം കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവ താരങ്ങളെയും SSLC +2 വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. LKG മുതൽ +2 വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി. ചടങ്ങിൽ EM ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു. M. രാമചന്ദ്രൻ, K. നന്ദകുമാർ, ഗിരിജൻ പണിക്കർ, PK മോഹൻ, PG ശ്രീകുമാർ, P. മുരളീധരൻ, പ്രീതി സതീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. K. രാജേന്ദ്രൻ സ്വാഗതവും P. സുനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. തലപ്പള്ളി താലൂക്ക് നെല്ലുവായി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി KV വാസുദേവൻ, CK ചന്ദ്രവല്ലി, ശോഭാരാജൻ, വേണു വടുതല തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. കോതച്ചിറ പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂസഫ് KV അധ്യക്ഷനായ ചടങ്ങിൽ ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അബിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ് റൂമിൽ നിന്നും സമൂഹത്തിലേക്ക് എന്ന വിഷയത്തിൽ തൃശൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ സംസ്കൃത വിഭാഗം മുൻ മേധാവി ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ സെമിനാർ നടത്തി. വേണുഗോപാലൻ അരിക്കര, ധർമ്മരാജൻ TK, ആത്രശ്ശേരി തിലകം വാരസ്യാർ, ഡോക്ടർ അവന്തിക, ജിയമോൾ BJ, ദിലീപ് UB, ശശികുമാർ TK, മൻസൂർ KP തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലയ്ക്കൽ മുരിങ്ങത്തേരി SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാഖാ കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാഖാംഗമായ 5ാം വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും നടത്തി. ശാഖാംഗം പത്മാവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA ഷാജി, പ്രസിഡന്റ് KA വിപിൻ എന്നിവർ SSLC പരീക്ഷയിൽ വിജയം നേടിയ അനേക സുരേന്ദ്രനെയും LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടഞ്ചേരി LP സ്കൂൾ വിദ്യാർത്ഥി ദേവനന്ദ പ്രദീപിനെയും ആദരിച്ചു. ശാഖാംഗങ്ങളായ VG കൃഷ്ണൻ, PS ജിതിൻ, KA പ്രദീപ്, PS മിഥുൻ, KR സുധാകരൻ, VP ജ്ഞാനേശ്വർ, മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ജനറൽ മസ്ദൂർ സംഘം പൊന്നൂർകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പൊന്നൂർകുളം സർവീസ് സഹകരണ ബാങ്ക് KG കരുണാകര മേനോൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. BMS ഗുരുവായൂർ മേഖലാ വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു.
മേഖലാ സെക്രട്ടറി PK അറുമുഖൻ, പ്രമോദ്, ശശി, പ്രേമൻ, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പരിധിയിൽ നിന്നും തെരഞ്ഞെടുത്ത 50ഓളം വിദ്യാർത്ഥികൾക്കാണ് ബാഗ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, നോട്ട്ബുക്ക്, പേന, പെൻസിൽ തുടങ്ങിയവ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി നടത്തിയ അനുമോദന ചടങ്ങ് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി സെക്രട്ടറി NM മിഥുൻ അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, PT ദേവസി, സുമന സുഗതൻ, NP അജയൻ, സ്വപ്ന പ്രദീപ്, അങ്കിത തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ VC ബിനോജ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. സൊസൈറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ലിസ്റ്റൻ P വർഗീസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MO തോമസ്, സെക്രട്ടറി ഗബ്രിയൽ ബിനോയ്, ജോയിന്റ് സെക്രട്ടറി TA പ്രിൻസൺ, ട്രഷറർ CA ജസ്റ്റിൻ, പ്രോഗ്രാം കൺവീനർ PT ആൻഡോ, യുവധാര ജൂനിയർ കോർഡിനേറ്റർ CV അരുൺ, ഭരണസമിതി അംഗം CJ തോമസ്, അംഗങ്ങളായ MT ഷാജു, ശരത് ലൂയിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള യുവധാര ജൂനിയർ അംഗങ്ങൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. 50ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കാൽ നൂറ്റാണ്ടുകാലം പെരുമ്പിലാവ് അൻസാർ സ്പെഷ്യൽ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച ലത ടീച്ചർ പടിയിറങ്ങി. 2001 സ്ഥാപനത്തിലെ ആദ്യ അധ്യാപികയായി നിയമിക്കപ്പെട്ട ലത ടീച്ചർ തുടർന്നുള്ള 20 വർഷക്കാലം പ്രധാന അധ്യാപികയായിരുന്നു. 2017 കേരളത്തിൽ ആദ്യമായി നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യന്മാരായതും ലത ടീച്ചറുടെ നേതൃത്വത്തിലാണ്. യാത്രയയപ്പ് സമ്മേളനം അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ VK ഫൗസിയ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, അധ്യാപകരായ ആയിഷ, സാജിദ, PTA അംഗങ്ങളായ മൻസൂർ ബാബു, സജ്ജന എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക ലത ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അധ്യാപകരായ ആഷിഖ് സ്വാഗതവും ഫല നന്ദിയും പറഞ്ഞു. നന്മയിൽ കൂട്ടുകൂടാം, ലഹരിയെ മറികടക്കാം എന്ന ശീർഷകത്തിൽ സുന്നി ബാലസംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകലാട് മർക്കസ് മദ്രസയിൽ ചങ്ങാത്തം സഹവാസ ക്യാമ്പ് നടത്തി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ വടക്കേക്കാട് SHO K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദർശ പഠന ക്ലാസ്സിന് മദ്രസ സദർ റിഷാദ് സഖാഫി പരൂർ, ഇസ്തിറാഹ സെഷന് താജുദ്ദീൻ ഹാറൂനി, ലുവ നമസ്കാരത്തിന് താഹിർ അഹ്സനി, ഉയരെ പറക്കാം എന്ന സെഷന് റഫീഖ് അഹ്സനി എന്നിവർ നേതൃത്വം നൽകി. ഖുറാനിലെ ലഹരി വിരുദ്ധ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് ആരംഭിച്ച ക്യാമ്പിന് തുടക്കം കുറിച്ച് ഹംസ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ക്യാമ്പ് അമീർ അഫ്സൻ ഹാഷിമി, കാലിക് അൽ മദനി, ഷമീർ സുവരി, ഷിഫാസ് അഹ്സനി, അബൂബക്കർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബ്രാഞ്ച് മാനേജർ P സുജയ്ക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി അധ്യക്ഷനായി. ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ M ബാലാജി ഉപഹാര സമർപ്പണം നടത്തി. ജീവനക്കാരുടെ ഉപഹാരം ബാങ്ക് സെക്രട്ടറി KJ ബിജു കൈമാറി. തലപ്പിള്ളി താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ, KSFE മുൻ ഡയറക്ടർ KF ഡേവിസ്, ബാങ്ക് മുൻ ഭരണസമിതി അംഗം ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഹൗസിംഗ് സഹകരണ സംഘം മുൻ പ്രസിഡന്റ് MN സത്യൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് C അംബികേശൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, മുൻ ഭരണസമിതി അംഗം TV ജോൺസൺ, ഭരണസമിതി അംഗം രതീഷ് പാറന്നൂർ, ജീവനക്കാരുടെ പ്രതിനിധി KP അജിത്ത് എന്നിവർ സംസാരിച്ചു. P സുജ മറുപടി പ്രസംഗം നടത്തി. 30 വർഷത്തെ സ്തുതുർഹ സേവനത്തിന് ശേഷം പേരകം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി CJ ബാബുവിന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് KN രാമചന്ദ്രൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് കൗലത്ത്, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മേഖലയിലെ പ്രമുഖ സഹകാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CJ ബാബുവിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയുമാണ് ആദരിച്ചത്. ബാങ്കിന്റെ വളർച്ചയിൽ ബാബുവിന്റെ ക്രിയാത്മകവും സൗഹാർദ്ദപരവുമായ ഇടപെടൽ വലിയ പങ്കുവഹിച്ചുവെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റ KO ഐശ്വര്യയെ യോഗം അഭിനന്ദിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. KO ഐശ്വര്യ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി AV അഭിലാഷ് നന്ദിയും പറഞ്ഞു. CJ ബാബു മറുപടി പ്രസംഗം നടത്തി. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ തിരിച്ചു പെരുമാറണം. അത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്.
പുന്നയൂർ കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 4ാമത് പുന്ന നൌഷാദ് മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ അൽ അറമാൻ അഫൻസ് എടക്കഴിയൂർ ജേതാക്കളായി. വാശിയേറിയ ഫൈനലിൽ YMA കടപ്പുറത്തിനെ 1 ഗോളിനെ പരാജയപ്പെടുത്തിയാണ് അഫയൻസ് കിരീടം നേടിയത്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഫർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ മുഖ്യാതിഥിയായി. ചാവക്കാട് കാർഷിക ബാങ്ക് പ്രസിഡന്റ് HM നൌഫൽ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനേഷ് വലിയകത്ത്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, പ്രവാസി ബാങ്ക് പ്രസിഡന്റ് നൌഷാദ് എടക്കഴിയൂർ, പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീസ് മന്നലാങ്കുന്ന്, മുജീബ് അഗലാട്, യൂത്ത് കോൺഗ്രസ് പൊന്നിയൂർ മണ്ഡലം പ്രസിഡന്റ് റാഷ് മുനീർ, ടൂർണമെന്റ് മുഖ്യ സ്പോൺസർ നൌഷൂസ് ബെറിട്ട പൊന്നയുടെ പ്രതിനിധികളായ ഷാഹിർ, ഷെജീർ കുരഞ്ഞൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ താച്ചു കരിയാടൻ സ്വാഗതവും ട്രഷറർ ഷംറൂത്ത് പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. വിരമിച്ച ജീവനക്കാർക്ക് ഗുരുവായൂർ നഗരസഭ സ്റ്റാഫ് ആൻഡ് കൗൺസിലേഴ്സ് വെൽഫെയർ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. നഗരസഭാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AS മനോജ്, ശൈലജ സുധൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ, മുൻ നഗരസഭാ അധ്യക്ഷൻ TT ശിവദാസൻ, വെൽഫെയർ കമ്മിറ്റി ട്രഷറർ TA ഷെജീർ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, സൂപ്രണ്ട് K ജയകുമാർ, സീനിയർ ഗ്രേഡ് ഡ്രൈവർ C ശിവദാസൻ, സാനിറ്റേഷൻ വർക്കർമാരായ AV ശിവപ്രസാദ്, P വിശ്വനാഥൻ എന്നിവരാണ് വിരമിച്ചത്. ജൂൺ 1 ലോക ക്ഷീരദിനം. കുന്നംകുളം താലൂക്കിലെ വിവിധ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. കൊടിയുയർത്തൽ, മധുരവിതരണം, സത്യവാചകം ചൊല്ലൽ എന്നീ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. വേലൂർ കുറുമാലിൽ സംഘം പ്രസിഡന്റ് KA മോഹനൻ, പുലിയന്നൂരിൽ രവി വാര്യർ, തയ്യൂരിൽ സെക്രട്ടറി സുജ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി, അക്കിക്കാവ് എന്നിവിടങ്ങളിലും ദിനാചരണം നടത്തി. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചനയും സരസ്വതി പൂജയും നടന്നു. ഞായറാഴ്ച രാവിലെ മേൽശാന്തി പട്ല ഇല്ലത്ത് രമേശ് ഭട്ട് കാർമ്മികനായി നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ഡോക്ടർ പത്മനാഭൻ ഗുരുവായൂർ നേതൃത്വം നൽകി. 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. രാവിലെ ക്ഷേത്രത്തിൽ നാഗപ്രീതിക്കായുള്ള ആയില്യപൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താണി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ജൂൺ 2 തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, കലശാഭിഷേകം എന്നിവയുണ്ടാകും. വൈകിട്ട് വാദ്യമേളത്തോടും താളത്തോടും കൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കേളി, തായമ്പക എന്നിവയും നടക്കും. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പേരകത്ത് ബാലചന്ദ്രൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. വിപണി. ഡോക്ടർ രാജ് അലർജി ആൻഡ് ചെസ്റ്റ് ക്ലിനിക് കേച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ചു നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 10:30 വരെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപത്രി മുൻ അസിസ്റ്റന്റ് സർജനും തൃശൂർ അശ്വിനി ആശുപത്രി കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റുമായ ഡോക്ടർ P ജഗദീഷ് രാജ് രോഗികളെ പരിശോധിക്കും. അലർജിയുടെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുന്ന അലർജി ടെസ്റ്റ്, അലർജി ആസ്മ പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന വാക്സിനേഷൻ, ശ്വാസമുട്ടൽ പ്രാരംഭദിശയിൽ തന്നെ കണ്ടുപിടിക്കുന്ന PFT ടെസ്റ്റ്, തുമ്മൽ ആസ്മയായി മാറാതിരിക്കുന്നതിനുള്ള ചികിത്സ, വിട്ടുമാറാത്ത ചുമ, പുകമൂലമുള്ള ശ്വാസമുട്ടൽ, സ്കിൻ അലർജി, കൂർക്കംവലി, കുട്ടികളിലെ വിട്ടുമാറാത്ത കുറുങ്ങൽ എന്നിവയ്ക്കുള്ള ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടർ രാജ് അലർജി ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മാംഗോ ബേക്കറിക്കു സമീപം മുരിയാംകുളം, തൃശൂർ റോഡ്, കേച്ചേരി. മൊബൈൽ 9539731826.
മന്ദലാകുന്ന് അൽ ഹിക്മ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിസ്ഡം ഡേയും മദ്രസ പ്രവേശന ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി നിർവഹിച്ചു. മന്ദലാകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ ചടങ്ങിൽ സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് TK അഷ്റഫിന്റെ വീഡിയോ സന്ദേശവും ഉണ്ടായിരുന്നു. മദ്രസ പ്രവേശന ഉദ്ഘാടനം വാർഡ് മെമ്പർ അസീസ് മന്ദലാകുന്ന് നിർവഹിച്ചു. 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടി വിജയിച്ച മദ്രസയിലെ അജ്മൽ അലിക്കുട്ടിയെയും ഹനാൻ ബക്കറിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പാലപ്പെട്ടി സലഫി മസ്ജിദ് ഇമാം ഇബ്രാഹിം സലഫി പിലാമന്തോൾ അക്ഷര പൂന്തോപ്പിൽ കൈകോർത്തു നീങ്ങാം എന്ന വിഷയത്തിൽ ഉദ്ബോധനം നടത്തി. പൊതുപ്രവർത്തകൻ MP ഇക്ബാൽ മാസ്റ്റർ സംസാരിച്ചു. അൽ ഹിക്മ മസ്ജിദ് ആൻഡ് മദ്രസ പ്രസിഡന്റ് MV അബ്ദുൾ സമദ് സ്വാഗതവും PP ഫൈസൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം കീഴടം കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും സരസ്വതി പൂജയും പ്രഭാഷണവും നടന്നു. മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് ഉന്നതവും ശ്രേഷ്ഠകരവുമായ ഒരു തലത്തിലേക്ക് നയിക്കുന്ന മഹത്തായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നും അറിവിനൊപ്പം സംസ്കാരവും പകരുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണത കൈവരിക്കൂ എന്നും ദേശമംഗലം ശ്രീരാമകൃഷ്ണാശ്രമം തപോവന മന്ദിരം മഠാധിപതി സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ സ്വരൂപാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ക്ഷേത്രം മുൻ മേൽശാന്തി ശ്രീനാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി. രമേശ് കേച്ചേരി, ചാന്ദിനി കാവിൽ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തു. അക്കിക്കാവ് ക്ഷീര സഹകരണ സംഘത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിച്ചു. രാവിലെ ക്ഷീരസംഘത്തിൽ സംഘം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി മധുര വിതരണം നടത്തി. ഷിനിമോൾ, P പ്രവീൺകുമാർ, K ഗംഗാധരൻ നായർ, മിഷ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി കൗക്കോട് കുന്നത്ത് മനക്കൽ പരേതനായ ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യ ഹേമലത ടീച്ചർ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. അരുൺ, അഞ്ജു എന്നിവർ മക്കളാണ്. പൊന്നാനി PGHS സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിനായി വാതിലുകൾ തുറക്കുന്നു. നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുത്തൻ പ്രതീക്ഷകളോടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തും. പ്രവേശനോത്സവങ്ങൾക്കായി ഒരുക്കങ്ങൾ പൂർണ്ണം. കേരളം പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം പകുതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കേരള ജനതയുടെ കൂട്ടായ്മ കൊണ്ടാണെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനമന്ത്രി നിർവഹിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മുൻ സെക്രട്ടറി പെങ്ങാമുക്ക് മൂലേപ്പാട് സ്വദേശി വാക്കാട്ട് വീട്ടിൽ 67 വയസ്സുള്ള സജിത്ത്. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി 10 ദിവസം കൂടി. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. 80% മാർക്ക് നേടിയ CCTV വരിക്കാരായ BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാട്ടകമ്പാൽ പലാട്ടുമുറി ചെറുവത്തൂർ വാവു മകൻ വർഗീസിന്റെ 25ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.